നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. കുട്ടനാടിന്റെ പാരിസ്ഥിതിക പ്രത്യേകതകൾ പരിഗണിച്ച് പക്ഷിപ്പനി നിരീക്ഷണത്തിനായി പ്രത്യേക കർമ്മ പദ്ധതി ആവശ്യമാണോ എന്ന് പരിശോധിക്കുമെന്ന് കേന്ദ്ര സംഘം ഉൾപ്പെട്ട പക്ഷിപ്പനി അവലോകന യോഗത്തിൽ തീരുമാനമായി. പക്ഷിപ്പനി സ്ഥിരീകരിച്ചതിനെ തുടർന്ന് രോഗപ്രതിരോധ നിരീക്ഷണ സംവിധാനങ്ങൾ വിലയിരുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് കേന്ദ്ര സംഘം ജില്ലയിലെത്തിയത്. സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് നിസ്തൂലമായ സംഭാവന നൽകിയിട്ടുള്ള സ്ഥാപനമാണ് സനാതന ധർമ്മ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെന്ന് പി ചിത്തരഞ്ജൻ MLA. പി വേണുഗോപാൽ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പി വേണുഗോപാലിന്റെ 21ാം ചരമവാർഷിക ദിനാചരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു MLA. മഹിളാ ചാരിറ്റബിൾ സൊസൈറ്റി ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നിർധനരായവർക്കുള്ള പഠനോപകരണ വിതരണം നടത്തി. ആലപ്പുഴ ചടയൻമുറി സ്മാരക ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങ് നഗരസഭാ കൗൺസിലറും സൊസൈറ്റി സെക്രട്ടറിയുമായ ക്ലാരമ പീറ്റർ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾക്കുള്ള യൂണിഫോം വിതരണം അവതാളത്തിലാണെന്ന ആക്ഷേപം ഉന്നയിച്ചും 7-9 ക്ലാസുകളിലെ പാഠപുസ്തകങ്ങളിൽ വ്യാപക പിഴവുകൾ ഉള്ളതിനാൽ പാഠപുസ്തകം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടും MSF ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉപരോധ സമരം സംഘടിപ്പിച്ചു. ആലപ്പുഴ കളക്ടറേറ്റിന് സമീപം ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഓഫീസിന് മുന്നിലായിരുന്നു ഉപരോധ സമരം. വാർത്തകൾ വിശദമായി. കുട്ടനാടിന്റെ പാരിസ്ഥിതിക പ്രത്യേകതകൾ പരിഗണിച്ച് പക്ഷിപ്പനി നിരീക്ഷണത്തിനായി പ്രത്യേക കർമ്മ പദ്ധതി ആവശ്യമാണോ എന്ന് പരിശോധിക്കുമെന്ന് കേന്ദ്ര സംഘം ഉൾപ്പെട്ട പക്ഷിപ്പനി അവലോകന യോഗത്തിൽ തീരുമാനമായി. പക്ഷിപ്പനി സ്ഥിരീകരിച്ചതിനെ തുടർന്ന് രോഗപ്രതിരോധ നിരീക്ഷണ സംവിധാനങ്ങൾ വിലയിരുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് കേന്ദ്ര സംഘം ആലപ്പുഴ ജില്ലയിൽ സന്ദർശനം നടത്തിയത്. കുട്ടനാടിന്റെ പാരിസ്ഥിതിക പ്രത്യേകതകൾ പരിഗണിച്ച് പക്ഷിപ്പനി നിരീക്ഷണത്തിനായി പ്രത്യേക കർമ്മ പദ്ധതി ആവശ്യമാണോ എന്ന് പരിശോധിക്കുമെന്ന് കേന്ദ്ര സംഘം ഉൾപ്പെട്ട പക്ഷിപ്പനി അവലോകന യോഗം തീരുമാനിച്ചു. പക്ഷിപ്പനി സ്ഥിരീകരിച്ചതിനെ തുടർന്ന് രോഗപ്രതിരോധ നിരീക്ഷണ സംവിധാനങ്ങൾ വിലയിരുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് കേന്ദ്ര സംഘം ജില്ലയിലെത്തിയത്. രോഗലക്ഷണങ്ങൾ കാണുമ്പോൾ മാത്രമല്ലാതെ മുഴുവൻ സമയ നിരീക്ഷണ സംവിധാനം കൂടുതൽ ഊർജിതമാക്കണമെന്നും കോണ്ടൂർ കൺവെൻഷൻ സെന്ററിൽ ചേർന്ന യോഗം നിർദ്ദേശിച്ചു. ജില്ലയിലെ പക്ഷിപ്പനി നിരീക്ഷണ സംവിധാനം, രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ, വിവിധ വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾ എന്നിവ യോഗം വിലയിരുത്തി. കേന്ദ്ര മൃഗസംരക്ഷണ മന്ത്രാലയം കമ്മീഷണർ ഡോക്ടർ അഭിജിത് മിത്രയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ജില്ലയിലെത്തിയത്. ഭോപ്പാലിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈ സെക്യൂരിറ്റി ആനിമൽ ഡിസീസ് പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ C. ടോഷ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വെറ്റിനറി എപ്പിഡമോളജി ആൻഡ് ഡിസീസസ് ഇൻഫർമാറ്റിക്സ് പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ മുദസ്സർ ചന്ദ, കേന്ദ്ര മൃഗസംരക്ഷണ ക്ഷീരവകുപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ ഡോക്ടർ അതിരാജ് മിശ്ര തുടങ്ങിയവർ സംഘത്തിലുണ്ടായിരുന്നു. യോഗത്തിൽ സംസ്ഥാന വെറ്റിനറി കൗൺസിൽ ഡയറക്ടർ ഡോക്ടർ A. കൗശികൻ, ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ സുരേഷ് പണിക്കർ, ചീഫ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ രാജീവ്, ജില്ലാ എപ്പിഡോമോളജിസ്റ്റ് ഡോക്ടർ വൈശാഖ് മോഹൻ, ജില്ലാ സർവേലൻസ് ഓഫീസർ ഡോക്ടർ SN ജീന, മറ്റ് വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു. പക്ഷിപ്പനി ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കേണ്ടതുണ്ടെന്ന് യോഗം വിലയിരുത്തി. വൈറസിന്റെ ഉറവിടം കണ്ടെത്തുകയാണ് പ്രധാനം. ഇതിനായി ദേശാടന പക്ഷികൾ, തണ്ണീർത്തട പക്ഷികൾ എന്നിവയിൽ നിന്ന് കൂടുതൽ സാമ്പിളുകൾ ശേഖരിക്കേണ്ടതുണ്ട്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന വളർത്തുപക്ഷികളെയും നിരീക്ഷിക്കണമെന്ന് യോഗം വിലയിരുത്തി. കുട്ടനാട്ടിലെ താറാവ് വളർത്തു രീതി മനസ്സിലാക്കാൻ ചമ്പക്കുളം പഞ്ചായത്തിലെ താറാവ് വളർത്തു കേന്ദ്രങ്ങളിൽ സംഘം സന്ദർശനവും നടത്തി. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. Surveillance, I think we have discussed in a greater detail that knowingly, unknowingly, willingly, unwillingly, intentionally, unintentionally, we are not being doing the surveillance during the peace time. We are only doing the surveillance during the outbreak situation, which actually didn't allow us to catch the virus or disease as an early warning symptom. We caught off guard when there was already outbreak has been there. So that is one situation. So if you have to, and what we should do now for the time being, for next 6 months, whether we should increase our surveillance mechanism or intensify our surveillance mechanism, should we collect the samples from each and every healthy herd or healthy flock as well? And if it is so, if the answer is yes, what would be the sampling plan? How much sample to be taken? Who will take what? That would be the important question. വിദ്യാർത്ഥികൾക്കുള്ള യൂണിഫോം വിതരണം അവതാളത്തിലാണെന്ന ആക്ഷേപം ഉന്നയിച്ചും
7-9 ക്ലാസുകളിലെ പാഠപുസ്തകങ്ങളിൽ വ്യാപക പിഴവുകൾ ഉള്ളതിനാൽ പാഠപുസ്തകം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടും MSF ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപരോധ സമരം സംഘടിപ്പിച്ചു. ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഓഫീസിന് മുന്നിലായിരുന്നു ഉപരോധ സമരം സംഘടിപ്പിച്ചത്. വിദ്യാർത്ഥികൾക്കുള്ള യൂണിഫോം വിതരണം അവതാളത്തിലാണെന്ന ആക്ഷേപം ഉന്നയിച്ചും 7-9 ക്ലാസുകളിലെ പാഠപുസ്തകങ്ങളിൽ വ്യാപക പിഴവുകൾ ഉള്ളതിനാൽ പാഠപുസ്തകം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടും MSF ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉപരോധ സമരം സംഘടിപ്പിച്ചു. ആലപ്പുഴ കളക്ടറേറ്റിന് സമീപം വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഓഫീസിന് മുന്നിൽ നടത്തിയ ഉപരോധ സമരം മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി A. ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു. സൂചിപ്പിച്ചതുപോലെ എണ്ണത്തിൽ പരിമിതമായ അംഗങ്ങളാണ് ഈ മാർച്ചിൽ പങ്കെടുത്തത്. പക്ഷെ അവർ ഉന്നയിക്കുന്ന ന്യായമായ അവകാശങ്ങൾ, ഒന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് പാടെ തകർന്നു തരിപ്പണമായ ഒരു വിദ്യാഭ്യാസ മേഖല, കാര്യങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത ഒരു വിദ്യാഭ്യാസ മന്ത്രി, സ്ഥലകാലബോധമില്ലാതെ സംസാരിക്കുന്ന വിദ്യാഭ്യാസ വകുപ്പ്, ഈ രൂപത്തിലേക്ക് നമ്മുടെ കേരളത്തിലെ വിദ്യാർത്ഥി തലമുറയെ നശിപ്പിക്കുന്ന ഒരു സമീപനവുമായിട്ടാണ്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ നിന്ന് ഇതര നാടുകളിലേക്ക്, വിദേശ രാജ്യങ്ങളിലേക്ക് കുട്ടികൾ പഠനവുമായി ബന്ധപ്പെട്ട് ഘോഷയാത്ര നടത്തുക. എന്താ ഈ മക്കൾ ഇവിടെ നിന്ന് ഒളിച്ചോടുന്നു? അവർ UK-യിലും മറ്റു രാജ്യങ്ങളിലേക്കും പഠനത്തിന് വേണ്ടി പലായനം ചെയ്യേണ്ട ഒരവസ്ഥ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ സംജാതമാകുന്നു? MSF ജില്ലാ പ്രസിഡന്റ് ഉവൈസ് ഫൈസി പതിയാങ്കര ഉപരോധ സമരത്തിൽ അധ്യക്ഷത വഹിച്ചു. MSF സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് അൽതാഫ് സുബൈർ മുഖ്യ പ്രഭാഷണം നടത്തി. അബ്ദുൽ സലാം ലബ്ബ, AM നൌഫൽ, ഷിബി കാസിം, നാസിം വലിയമരം, സജ്ജാദ് സിറാജ്, സദ്ദാം ഹരിപ്പാട്, ഉനൈസ് തട്ടാപ്പറമ്പിൽ, റിഫാസ് സിദ്ദീഖ്, ഫഹദ് റഹ്മാൻ, നബീൽ നവാസ് തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് നിസ്തൂലമായ സംഭാവന നൽകിയിട്ടുള്ള സ്ഥാപനമാണ് സനാതനധർമ്മ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെന്ന് PP ചിത്തരഞ്ജൻ MLA അഭിപ്രായപ്പെട്ടു. P. വേണുഗോപാൽ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച P. വേണുഗോപാലിന്റെ 21ാമത് ചരമവാർഷിക ദിനാചരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് നിസ്തുലമായ സംഭാവന നൽകിയിട്ടുള്ള സ്ഥാപനങ്ങളാണ് സനാതനധർമ്മ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെന്ന് PP ചിത്തരഞ്ജൻ MLA അഭിപ്രായപ്പെട്ടു. P. വേണുഗോപാൽ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച P. വേണുഗോപാലിന്റെ 21ാം ചരമവാർഷിക ദിനാചരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാരണം സനാതനധർമ്മ വിദ്യാശാലകളാകെ, അത് സ്കൂളാകട്ടെ, അത് കോളേജാകട്ടെ, ഈ ആലപ്പുഴയുടെ എന്ന് മാത്രമല്ല കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും നിസ്തുലമായ സംഭാവന നൽകിയിട്ടുള്ള സ്ഥാപനമാണ്. ഈ സനാതനധർമ്മം എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ആ ധർമ്മത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ്. പൂർവികന്മാരായാലും അതിനുശേഷം ഇതുവരെയുള്ള ഈ മാനേജ്മെന്റ് ആയാലും ചില മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുവാൻ പരിശ്രമിക്കുന്നവരാണ്. ഞാൻ സ്വാമിയുമായി യഥാർത്ഥത്തിൽ വ്യക്തിപരമായ ബന്ധം തുടങ്ങുന്ന 1985 മുതലാണ്. അദ്ദേഹം ആലപ്പുഴ SDV ബോയ്സ് ഹൈസ്കൂൾ ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഫൗണ്ടേഷൻ പ്രസിഡന്റ് പ്രൊഫസർ S. വിജയൻ നായർ അധ്യക്ഷത വഹിച്ചു. SD കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KH പ്രേമ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഫൗണ്ടേഷൻ സെക്രട്ടറി P. ജ്യോതിസ് ചടങ്ങിന് സ്വാഗതവും R. പ്രദീപ് നന്ദിയും പറഞ്ഞു. യോഗത്തെ തുടർന്ന് നിർധന വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണം, ആദരിക്കൽ ചടങ്ങ് എന്നിവയും നടത്തി. മഹിളാ ചാരിറ്റബിൾ സൊസൈറ്റി ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നിർധനരായവർക്കുള്ള പഠനോപകരണ വിതരണം നടത്തി. ആലപ്പുഴ ചടയൻമുറി സ്മാരക ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങ് നഗരസഭാ കൗൺസിലറും സൊസൈറ്റി സെക്രട്ടറിയുമായ ക്ലാരമ പീറ്റർ ഉദ്ഘാടനം ചെയ്തു. മഹിളാ ചാരിറ്റബിൾ സൊസൈറ്റി ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നിർധനരായവർക്കുള്ള പഠനോപകരണ വിതരണം നടത്തി. ആലപ്പുഴ ചടയൻമുറി സ്മാരക ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങ് നഗരസഭാ കൗൺസിലറും സൊസൈറ്റി സെക്രട്ടറിയുമായ ക്ലാരമ പീറ്റർ ഉദ്ഘാടനം ചെയ്തു. മഹിളാ സഹകരണ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് സുവർണകുമാരി ചടങ്ങിൽ അധ്യക്ഷയായി. ബിന്ദു ദാസൻ, ജയമോൾ തോമസ്, മഞ്ജു, രാജേശ്വരി പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. സൊസൈറ്റി ട്രഷറർ ഷൈല ജേക്കബ് സ്വാഗതവും ഓഡിറ്റർ സോജ വിനു നന്ദിയും പറഞ്ഞു. ജില്ലയിലെ ക്രിക്കറ്റ് പ്രേമികളുടെ ഹരമായ ആലപ്പി ക്രിക്കറ്റ് പ്രീമിയർ ലീഗ് ഫ്ലഡ് കൗണ്ടി ക്രിക്കറ്റ് ടൂർണമെന്റിന് തുടക്കമായി. വലിയകുളം മൈതാനിയിൽ ആരംഭിച്ച ടൂർണമെന്റ് നഗരസഭാ ഉപാധ്യക്ഷൻ PSM ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ ക്രിക്കറ്റ് പ്രേമികളുടെ ഹരമായ ACPL ഫ്ലഡ് കൗണ്ടി ക്രിക്കറ്റ് ടൂർണമെന്റിന് തുടക്കമായി. ആലപ്പുഴ നഗരസഭ വലിയകുളം മൈതാനിയിൽ ആരംഭിച്ച ടൂർണമെന്റ് നഗരസഭാ ഉപാധ്യക്ഷൻ PSM ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട് ഇന്ന്
ഒരു വലിയ വെല്ലുവിളിയെ തന്നെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പുതിയ തലമുറയിൽപ്പെട്ടവർ, പുതിയ ചെറുപ്പക്കാർ അവർ സാമൂഹ്യ വിരുദ്ധ കേന്ദ്രങ്ങളിലേക്ക്, മറ്റു മേഖലകളിലേക്കുമെല്ലാം കടന്നുപോകുന്ന ഒരു ഭയാനകമായ ഒരവസ്ഥ നിലനിൽക്കുമ്പോഴാണ് അത്തരം സന്ദർഭങ്ങളിലേക്കൊന്നും പോയി പെടാതെ ഈ വൈകുന്നേര സമയങ്ങളിൽ ഇവിടെ വന്ന് ക്രിക്കറ്റ് മത്സരത്തിന്റെ ഭാഗമാകാനും ആ ക്രിക്കറ്റ് മത്സരത്തിന്റെ ഭാഗമായി ഇവിടെ പ്രവർത്തിക്കുന്നതിനോടൊപ്പം തന്നെ സമൂഹത്തിന് ഗുണപരമാകുന്ന സന്നദ്ധ പ്രവർത്തനങ്ങൾ കൂടി ഏറ്റെടുക്കാനും സജ്ജരായിക്കൊണ്ട് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ചതിയിൽ അകപ്പെടാതെ യുവാക്കളെ നേരായ മാർഗത്തിലൂടെ പോകാൻ ഏറെ സഹായിക്കുന്ന ഒന്നായി സ്പോർട്സ് മാറിയെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ആലപ്പി കൗണ്ടി പ്രീമിയർ ലീഗ് പ്രസിഡന്റ് വി കെ നാസറുദ്ദീൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. കൗൺസിലർമാരായ ക്ലാരമ്മ പീറ്റർ, PS ഫൈസൽ തുടങ്ങിയവർ സംസാരിച്ചു. ACPL സെക്രട്ടറി MD ബിലാൽ സ്വാഗതവും ഉനൈസ് നന്ദിയും പറഞ്ഞു. ACPL കമ്മിറ്റി അംഗങ്ങളായ അഖിൽ, ആരിഫ്, റമീസ്, രാജേഷ്, ജോണി, ഷുഹൈബ്, സഫീർ, സമീർ തുടങ്ങിയവർ ടൂർണമെന്റിന് നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുട്ടനാടിന്റെ പാരിസ്ഥിതിക പ്രത്യേകതകൾ പരിഗണിച്ച് പക്ഷിപ്പനി നിരീക്ഷണത്തിനായി പ്രത്യേക കർമ്മ പദ്ധതി ആവശ്യമാണോ എന്ന് പരിശോധിക്കുമെന്ന് കേന്ദ്ര സംഘം ഉൾപ്പെട്ട പക്ഷിപ്പനി അവലോകന യോഗത്തിൽ തീരുമാനമായി. പക്ഷിപ്പനി സ്ഥിരീകരിച്ചതിനെ തുടർന്ന് രോഗപ്രതിരോധ നിരീക്ഷണ സംവിധാനങ്ങൾ വിലയിരുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് കേന്ദ്ര സംഘം ജില്ലയിലെത്തിയത്. സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് നിസ്തൂലമായ സംഭാവന നൽകിയിട്ടുള്ള സ്ഥാപനമാണ് സനാതന ധർമ്മ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെന്ന് PP ചിത്തരഞ്ജൻ MLA. P വേണുഗോപാൽ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച P വേണുഗോപാലിന്റെ 21ാം ചരമവാർഷിക ദിനാചരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു MLA. മഹിളാ ചാരിറ്റബിൾ സൊസൈറ്റി ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നിർധനരായവർക്കുള്ള പഠനോപകരണ വിതരണം നടത്തി. ആലപ്പുഴ ചടയൻമുറി സ്മാരക ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങ് നഗരസഭാ കൗൺസിലറും സൊസൈറ്റി സെക്രട്ടറിയുമായ ക്ലാരമ്മ പീറ്റർ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾക്കുള്ള യൂണിഫോം വിതരണം അവതാളത്തിലാണെന്ന ആക്ഷേപം ഉന്നയിച്ചും 7-9 ക്ലാസുകളിലെ പാഠപുസ്തകങ്ങളിൽ വ്യാപക പിഴവുകൾ ഉള്ളതിനാൽ പാഠപുസ്തകം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടും MSF ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉപരോധ സമരം സംഘടിപ്പിച്ചു. ആലപ്പുഴ കളക്ടറേറ്റിന് സമീപം ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഓഫീസിന് മുന്നിലായിരുന്നു ഉപരോധ സമരം. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.